ഹായ് ഫുഡീസ്. നമ്മൾ സാധാരണ വാഴപ്പിണ്ടി കൊണ്ട് തോരനും മെഴുക്കുവരട്ടിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി വെച്ച് നല്ല അടിപൊളി പായസം ഉണ്ടാക്കി നോക്കിയാലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വാഴപ്പിണ്ടി ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു ഓട്ടുരുളി എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയും ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വാഴപ്പിണ്ടി നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇച്ചിരി വേവുള്ളതായിരിക്കും വാഴപ്പിണ്ടി എല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഈ ശർക്കരപ്പാനിയിൽ വാഴപ്പിണ്ടി എല്ലാം നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടാം പാലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് കുതിർത്ത് വെച്ച് ചവ്വരി ചേർത്ത് കൊടുക്കാമേ. അവസാനമായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ചുക്കും ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഈ ഒന്നാം പാലൊഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഈ പായസത്തിലേക്ക് ചേർക്കാം. വാഴപ്പിണ്ടിയുടെ നേരിയ മണവും ശർക്കരയുടെ മധുരവും തേങ്ങാപ്പാലിൻ്റെ കൊഴുപ്പും കൂടി ചേരുമ്പോൾ ഈ പായസം ഒരു പുതിയ അനുഭവമായി മാറും.